എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 30 ശ്ലോകം 11, 12, 13, 14 4 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ആ ഉന്മാദ അവസ്ഥയിലെത്തിയ ആ ഗോപസ്ത്രീകള് മരങ്ങളോടും വള്ളികളോടും മാൻപേടകളോടും ഒക്കെ ഇങ്ങനെ ചോദിച്ചോണ്ട് നടക്കുന്നു. കണ്ടോരുണ്ടോ ഞങ്ങളുടെ കണ്ണന്? നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഞങ്ങളുടെ കണ്ണൻ ഇതിലെ പോണത്? ഞങ്ങളുടെ എല്ലാമായ കണ്ണൻ. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ സദാ പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 11. അപ്യേണ പത്നുപഗത പ്രിയേകഗാത്രൈ തന്വൻദൃശാം സഖി സുനിർവൃതിമച്യുതോ വ കാന്താംഗസംഗ കുജകുങ്കുമരഞ്ജിതായ കുന്ദസ്രജ കുലപതേരിക പാതിഗന്ധ. ഭഗവാൻ രാധയോട് കൂടിയിട്ടാണ് പറഞ്ഞിരിക്കണതെന്ന് ആ ഗോപികളുടെ വാക്കുകൾ കൊണ്ട് അങ്ങനെ വെളിപ്പെടുത്തണം. രാധയ്ക്ക് ഗോപികളെക്കാൾ മാഹാത്മ്യം ഉണ്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ ആ രാധയോട് കൂടി തന്നെയാ പോയിരിക്കണത് എന്ന് പറഞ്ഞിരിക്കണം. ശ്രീകൃഷ്ണന്റെ അതിപ്രിയായിരിക്കുന്ന രാധയും ആ ഗോപികളും അന്യോന്യം സപത്നികളാ അല്ലെ. രാധയോട് അവർക്ക് കൂടുതൽ അസൂയ ശരിക്കും ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ അത്രയും രാധയും കൃഷ്ണനും ഒന്നാണല്ലോ. അപ്പൊ അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. എന്നാലും അങ്ങനെയാണ് രാധയും കൃഷ്ണനും എന്നുള്ളത് അവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് അവര് ആ രാധയുടെ സൗഭാഗ്യ അതിശയത്തെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞ് അവൾക്ക് രാധയെ തന്നെ ആയിരിക്കും കൊണ്ടുപോയിരിക്കുന്നത് എന്ന് അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു. അങ്ങനെ രാധയോട് കൂടിയിട്ട് തന്നെയാവും പോയിരിക്കണേന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പോകുമ്പോഴാണ് ഒരു ദിക്കില് കുജ കുങ്കുമത്തിന്റെ വാസനയോട് ചേർന്ന ശ്രീകൃഷ്ണന്റെ ആ കുന്ദ കുസുമമാലയിൽ നിന്ന് വീശുന്ന സൗരഭ്യം അവരുടെ നാസാരന്ധ്രങ്ങളിലേക്ക് ഇങ്ങനെ തുളച്ചു കയറി. അപ്പൊ അവര് ഉറപ്പിച്ചു, കണ്ടോ, നമ്മള് വിചാരിച്ചു ശരി തന്നെയാ, ഏതോ ഒരുത്തിയും കൂടെ കൊണ്ടുപോയി പോയിട്ടുണ്ട്, രാധയെ തന്നെയാവും. അപ്പൊ അപ്പോഴേക്കും എന്താ മാൻപേടകൾ നിക്കണ കണ്ടു. അപ്പൊ ആ മാൻപേടകളോട് അവരോട് ചോദിക്കാണ്, ഹേ സഖി, ഏണപത്നി, അത്ര ബഹുമാനത്തോടു കൂടിയിട്ടാ അവര്, ഏണപത്നി, അച്യുതൻ നിങ്ങളുടെ സമീപത്ത് വന്നിരുന്നുവോ? പറയൂ. ദിവസവും വരണ്ടല്ലോ, എന്താ ഇപ്പൊ ചോദിക്കാൻ ആശ്ചര്യമായിട്ട് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഭാര്യാസഹിതനായിട്ട് വന്നിരുന്നുവോ എന്നാണ് ഞങ്ങൾ ചോദിക്കണത്. ആ പ്രിയഗാത്ര സ്പർശനം നിമിത്തം അധികം സന്തോഷിച്ചിരിക്കുന്ന ഭഗവാന്റെ ഓരോ അവയവങ്ങളുടെയും ദർശനം നിങ്ങൾക്ക് സിദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ആൻവേടകളുടെ കണ്ണിങ്ങനെ വലിയ കണ്ണല്ലേ, നിങ്ങളുടെ ഈ അതിവിസ്താരമുള്ള കണ്ണുകൾ കൊണ്ട് ഇതിലധികം സാധിക്കേണ്ടതില്ല. അത്ര അധികം ആനന്ദം നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും, നിങ്ങൾ ആനന്ദം അനുഭവിച്ചിട്ടുണ്ടാവും. ഈ വഴി കൂടി ഭാര്യാസഹിതനായിട്ട് തന്നെ പോയിരിക്കണു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് എങ്ങനെയാണെന്നാലോ, ആ കാന്തയുടെ ശരീര സംസർഗ നിമിത്തം കുജങ്ങളിൽ നിന്ന് തട്ടിയ കുങ്കുമത്തോട് ചേർന്നിരിക്കുന്ന ആ ശ്രീകൃഷ്ണന്റെ മുല്ലമാലയുടെ വാസന ഇവിടെ വീശുന്നു. ഞങ്ങളുടെ കുലപതിയായ ശ്രീകൃഷ്ണന്റെ ശരീരഗന്ധവും ആ കാന്താംഗ സംഘം നിമിത്തമുണ്ടായ വിശേഷ ഗന്ധവും കുജത്തിലുള്ള കുങ്കുമത്തിന്റെ ഗന്ധവും അതിന്റെ സംബന്ധ നിമിത്തം മുല്ലമാലയ്ക്ക് സിദ്ധിക്കുന്ന വിശേഷ ഗന്ധവും, ഇത് നാലും അഭ്യാസവശാൽ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കും. അവര് അത് അനുഭവിച്ചുകൊണ്ടല്ലേ ഇരിക്കണം ഇത്രയും നാളും. ചിരകാലം പരിചയിച്ച ആ 4 വിധ ഗന്ധത്തോടും ചേർന്ന വായു ഇവിടെ വീശുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അത് മനസ്സിലായി എന്നാണ് അവര് പറയണത്. കൃഷ്ണൻ നിങ്ങളുടെ സമീപത്ത് വന്നുവോ എന്ന് ഞങ്ങളെ ഇത്രയൊക്കെ എന്തിനാ അന്വേഷിച്ച് ബുദ്ധിമുട്ടുന്നത്? ശ്രീകൃഷ്ണന്റെ ദർശനം നിങ്ങൾക്ക് ഒരു വിഷമവും അയത്നസിദ്ധമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യാതിശയം, അത് ആദരിക്കത്തക്ക തന്നെയാണെന്ന് പ്രശംസിക്കുക ഏണപത്നിമാര്, ആ മാൻപേടകളെ. ബാഹും പ്രിയാംസ ഉപധായ ഗൃഹീത പത്മോ രാമാനുജസ്തുളസികാളികുലേർമദാന്ധൈഃ അന്വേയമാന ഇഹ വസ്തരവ പ്രണാമം കിം വാഭിനന്ദതി ചരൻ പ്രണയാവലോകൈ. തങ്ങളുടെ ആ വ്യസനം കണ്ട് സഹിക്കവയ്യാതെട്ടായിരിക്കാം
മാൻപേട മറുപടി പറയാത്തത് എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് പോയി. എന്നിട്ട് പിന്നെ അപ്പോഴാണ് ഒരു പഴങ്ങളിങ്ങനെ നിറഞ്ഞിട്ട് ആ വൃക്ഷത്തിന്റെ കൊമ്പ് ഇങ്ങനെ ചോട്ടില് ഭൂമിയിലും തൊട്ടണ മാതിരി അത്രയും താഴ്ന്നു നിൽക്കുക. അപ്പൊ അവര് വിചാരിക്കുന്നു, ഇതാ ഈ കണ്ടോ, ഇത് ശ്രീകൃഷ്ണനെ നമസ്കരിക്കുകയാണ് ഈ കൊമ്പ് എന്ന് വിചാരിച്ചിട്ട് അവരോട് ചോദിക്കുക, ഹേ വൃക്ഷങ്ങളെ, നിങ്ങൾ ചെയ്ത ഈ നമസ്കാരത്തെ സ്നേഹസൂചകമായ കടാക്ഷങ്ങൾ കൊണ്ടെങ്കിലും രാമാനുജനെ അഭിനന്ദിച്ചോ? പറയൂ. നിങ്ങൾ അഭിനന്ദിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം ഞങ്ങൾ പറയാം. പ്രിയയുടെ തോളില് ഇടത്തെ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ മനോഹര ഗതിവിലാസത്തോടെ സഞ്ചരിക്കുമ്പോഴേ നിങ്ങളുടെ ഈ നമസ്കാരത്തേക്ക് നോക്കുവോ ആ ശ്രീകൃഷ്ണൻ? നോക്കില്ല. അത് മാത്രല്ല, അതികോമളാംഗിയായിട്ടുള്ള ഇവള് നടക്കുന്നത് ഉചിതമല്ലെന്ന് തോന്നിയിട്ട് അവളെ ദൂരെ താങ്ങിയെടുത്തും സഞ്ചരിക്കാം. അത് മാത്രല്ല, ധരിച്ചിരിക്കുന്ന തുളസിയുടെ സൗരഭ്യ നിമിത്തം പരിഭ്രമിച്ച് പിന്നാലെ പാഞ്ഞു വരുന്ന ആ വണ്ടിൻകുട്ടകളുടെ ബാധ ആ പ്രിയതമയ്ക്ക് ഏൽക്കാതിരിക്കാനേ വലത്തെ കൈയിൽ പിടിച്ചിരിക്കുന്ന ചെന്താമര പൂ കൊണ്ട് വീശി വണ്ടുകളെ അകറ്റുന്ന കാര്യത്തിലെ വ്യഗ്രനായിട്ടും ഇരിക്കാം. അതുകൊണ്ടാവും നിങ്ങളെ ശ്രദ്ധിക്കാതിരുന്നത്. അതുകൊണ്ട് ഈ തിരക്കിൽ നിങ്ങള് ഫലാദികൾ സമർപ്പിച്ചു ചെയ്യുന്ന ഈ നമസ്കാരത്തെ അഭിനന്ദിക്കാനായി നിങ്ങളെ കടാക്ഷിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മഹാധന്യങ്ങളാണെന്ന് വിചാരിച്ച് ഞങ്ങൾ സന്തോഷിക്കുന്നു. അപ്പൊ ഭഗവാൻ വൈജയന്തി എന്ന മാല, മുല്ലമാല, തുളസിമാല, ഇങ്ങനെ 3 വിധ മാലകള് ധരിച്ചിട്ടുണ്ടെന്ന് ഇവരുടെ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. പൃച്ഛതേ മാലതാബാഹൂൻ അപ്യാശ്ലിഷ്ടാ വനസ്പതേ നൂനം തൽക്കരജസ്പൃഷ്ട ബിഭ്രത്യുൾപ്പുളകാന്യഹോ. തങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയോട് ചേർന്നത് അസൂയപ്പെട്ട് സംസാരിക്കുന്നത് കേട്ടിട്ട് ആ സംഘത്തിൽ തന്നെ മറ്റു ചിലര് അവരോട് പറയണു, എന്തിനാ നിങ്ങൾ അസൂയപ്പെടണേ? പ്രിയയോട് ചേർന്ന് വിലാസത്തോടെ നടക്കട്ടെന്നേ, നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണല്ലോ വേണ്ടത് എന്ന് ചിലര് പറയണു. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ വള്ളികളോട് നിങ്ങൾ ചോദിക്കുക, അവയുടെ പതികളായ വൃക്ഷങ്ങളുടെ കൈകളാലുള്ള ആലിംഗന സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ പോക്കുവരവ് ഇവ സൂക്ഷിച്ചു കാണാൻ അവകാശമില്ലല്ലോ എന്ന് വിചാരിക്കണ്ട. ഈ വല്ലികൾക്ക് ശ്രീകൃഷ്ണന്റെ കരനഖ സ്പർശന സുഖം സിദ്ധിച്ചിട്ടുണ്ട് തീർച്ച. അല്ലെങ്കിൽ ഇങ്ങനെ സ്പഷ്ടമായ പുളക ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? നോക്കൂ, അഹോ അയ്യോ, നോക്കൂ സഖി, സ്ഥാവരവർഗത്തിൽ ഉൾപ്പെട്ടാലും ആ ഭഗവത്കര സ്പർശം ലഭിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഈ വല്ലികള് നമ്മെക്കാളും ഭാഗ്യവതികളാണ്, ശ്രേഷ്ഠകളാണ് എന്ന് അവര് പറയുന്നു. ആ വള്ളികളിൽ കാണുന്ന ചുവന്ന ഇളം തളിരുകളെ കണ്ടപ്പോഴാണ് അവയുടെ രോമാഞ്ചങ്ങളായിട്ട് സങ്കല്പിച്ചിരിക്കുക അവര്. അധികം ഭാഗ്യം ചെയ്തിരിക്കുന്നവരുടെ നേരെ അസൂയപ്പെടുകയല്ല വേണ്ടത്, അവരെ അഭിനന്ദിച്ച് ആശ്രയിക്കണം. അപ്പോ അവരുടെ സഹായം കൊണ്ട് നമ്മളുടെ കാര്യത്തിനും ഗുണം ഉണ്ടാവാം എന്നുള്ള അഭിപ്രായം പ്രകാശിപ്പിച്ച ആ ഗോപാങ്കന ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞല്ലോ, അസൂയപ്പെടണ്ട, നമുക്ക് ഇവരോട് ചോദിക്കാം. അതാണ് അവള് നല്ല ബുദ്ധിമതിയാ അല്ലെ. ഇത്യുന്മത്തവചോ ഗോപ്യ കൃഷ്ണാന്വേഷണ കാതരാ ലീലാ ഭഗവതാസ്താസ്താഹി അനുചക്രൂ തദാത്മിക. ഇങ്ങനെ അന്യായ വിചാരശക്തി ഇല്ലാത്തവരെ പോലെ വൃക്ഷാദികളോട് സംസാരിച്ചുകൊണ്ട് നടന്ന ഗോപികള് ആ ശ്രീകൃഷ്ണനെ അന്വേഷിക്കാൻ കൂടി അശക്തകളായി തീർന്നു. അങ്ങനെ നടന്ന് അവർക്ക് ഒന്നും മിണ്ടാൻ തന്നെ ശക്തിയില്ലാണ്ടായി. അപ്പൊ ആ ഭഗവാനിൽ തന്നെ പതിഞ്ഞിരിക്കുന്ന അവരുടെ ചിത്തത്തില് അന്യഭാവനകളൊന്നും കടക്കാതിരുന്നതിനാൽ ഭഗവാൻ ചെയ്ത ആ പൂതനാവധാദി ചേഷ്ടകള് അവരിങ്ങനെ അഭിനയിക്കാൻ തുടങ്ങി. ഭഗവാന്റെ പേരിൽ മനസ്സിരുത്തിയതിൽ തെറ്റില്ല. അത് ഭഗവത് ഭക്തിയുടെ അഭിവൃദ്ധി നിമിത്തം തന്നെയാണ്. പൂതനാദി ഘോര രാക്ഷസികളുടെ വേഷം നടിച്ചത് അതെന്തിനാണെന്ന് അതിനൊന്നും വിചാരിക്കേണ്ട. എന്ന് വെച്ചാൽ അവര് അത്രയും ഉന്മാദാവസ്ഥയിൽ ഭഗവാന് തന്നെ അത് മാത്രമല്ല അവരുടെ മനസ്സിൽ ഭഗവാനെ കുറിച്ചുള്ള ആ സ്നേഹം, ഭയം, അനുരാഗം, ഇങ്ങനെയുള്ള ഭാവനകൾ നിമിത്തം ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. ഈ നരിയെ കണ്ട് ഭയപ്പെട്ട ജനങ്ങള് നരിയുടെ ചേഷ്ടകൾ കാട്ടും. അതെന്താ ഒരു ചെയ്യണേന്ന് അപ്പങ്ങള് അവർക്ക് തന്നെ അവരറിയാതെ ചെയ്തു പോണതാണത്. പേനായി കടിച്ചവര് ആ വിഷത്തിന്റെ മൂർച്ചയില് നായയെ പോലെ കുരയ്ക്കണതും മറ്റും ലോകത്തിൽ കാണുന്നതാണല്ലോ അല്ലെ. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനിൽ ചിന്ത ഉറച്ചതുകൊണ്ട് ആ പൂതനാദി ഘോര രൂപങ്ങളെ ശ്രീകൃഷ്ണൻ ഹനിച്ചതും മറ്റും ചിന്തിച്ചു കൊണ്ടിരുന്ന ഈ ഗോപികള് ആ ഘോര സ്വരൂപങ്ങളെ അനുകരിച്ചതും ശ്രീകൃഷ്ണ ഭക്തിയുടെ ആ ഉത്തുംഗത്തിലേക്ക്, ആ അഭിവൃദ്ധിയുടെ നിമിത്തം തന്നെ എന്ന് നമ്മൾ
മനസ്സിലാക്കാം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.